ചെന്താമര അതിക്രൂരമായ കൊലപാതകം നടത്തിയ ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ചെന്താമരയുടെ വീടിന് സമീപത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ വീടിന് തൊട്ടു മുന്നിലുള്ള ഒരു ഇടവഴിയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ 27-ന് സുധാകരനെയും ലക്ഷ്മിയെയും അതിക്രൂരമായി ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിടെ വെച്ച് പോലീസ് ഇപ്പോൾ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലാണ് ചെന്താമര ഈ ആയുധങ്ങളൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഒപ്പം ഈ കൊലപാതകം നടത്തിയ കാര്യം കൂടി പുനരാവിഷ്കരിക്കും. ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വലിയൊരു പോലീസ് സന്നാഹമാണ് ഈ ഒരു തെളിവെടുപ്പിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. രാവിലെ മുതൽ തന്നെ 500-ലധികം പോലീസ് സന്നാഹങ്ങൾ പോലീസുകാർ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പോത്തുണ്ടി ജംഗ്ഷൻ മുതൽ ഈ തെളിവെടുപ്പ് നടക്കുന്ന ഈ ബോയിൻ കോളനി വരെ പോലീസുകാരുടെ ഒരു വലിയ സന്നാഹം ഉണ്ടായിരുന്നു. വീടുകൾക്ക് മുകളിലും മറ്റുമായി പോലീസുകാർ നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് മുൻകൂട്ടി കണ്ട രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല. അല്ലെങ്കിൽ നെന്മാറയിൽ അന്ന് രാത്രി കണ്ട നിലയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നാട്ടുകാരൊക്കെ തന്നെയുണ്ട്. പക്ഷെ അവരൊന്നും ഒരു പ്രതിഷേധത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. ഏതായാലും പോലീസ് ഇപ്പോഴും ഈ ഒരു തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഇവിടേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും പുറത്തു നിന്നുമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് എത്തുന്നതിനുമൊക്കെ കാര്യമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പുറത്തു നിന്നും ആരും എത്തി ഒരു പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രകടനങ്ങളിലേക്കോ ഒന്നും തന്നെ പോകേണ്ടതില്ല എന്ന് മുൻകൂട്ടി കണ്ടായിരിക്കണം പോലീസ് അത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു കൊലപാതകം നടത്തിയ പ്രദേശത്ത്, അതായത് സുധാകരനെ കൊലപ്പെടുത്തിയ പ്രദേശത്താണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും അല്പം മുന്നോട്ട് നീങ്ങിയ ഒരു സ്ഥലത്തു നിന്നുമാണ് ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ഇത്തരത്തിൽ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയും ഇപ്പോൾ എത്തിക്കും. തുടർന്ന് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച വഴി, ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ച വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് തെളിവെടുപ്പിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം ഈ ആയുധമുണ്ടാക്കിയ സ്ഥലം അല്ലെങ്കിൽ ഈ ആയുധം കൊണ്ടുവന്ന സ്ഥലത്തേക്കുള്ള ഒരു തെളിവെടുപ്പ് കൂടെ നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. അതൊരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണി വരെയാണ് ചെന്താമരയെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ കിട്ടുക. അതിനുള്ളിൽ എല്ലാ നടപടികളും പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പിനൊപ്പം വീഡിയോ ചിത്രീകരണമൊക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഈ മൊഴികളൊക്കെ തന്നെ കൃത്യമാകണം എന്നുള്ളതാണ്. ആദ്യ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയപ്പോഴൊക്കെ പലതരത്തിലുള്ള മൊഴികളൊക്കെ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുമുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ കുറ്റം ഏറ്റുപറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം എനിക്ക് 100 വർഷം തടവ് തരൂ എന്നൊക്കെ ഇയാൾ കോടതിയിൽ അന്ന് റിമാൻഡിന് കൊണ്ടുവന്നപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ 500-ലധികം പോലീസുകാർ ഇവിടെ ഇപ്പോൾ ഈ ഒരു തെളിവെടുപ്പിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ ഈ ഒരു പ്രതിയോട് ആളുകൾക്കൊക്കെയുള്ള ഒരു രോഷം, ദേഷ്യം, ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെയാണ് സമീപത്താണ് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും വീടുള്ളത്. ഈ വീടിനും മുൻവശത്ത് വെച്ചാണ് ലക്ഷ്മിയെയും ഈ ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നിന്നും ഒക്കെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇയാൾ ഒളിവിൽ പോയ അല്ലെങ്കിൽ ഇവിടെ നിന്നും കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ കൂടെ പോലീസ് പുനരാവിഷ്കരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോട്ടെ ഒപ്പം നടന്നോ? ഇവിടെ